ഹലോ വെൽക്കം ടു അവർ ചാനൽ HNV ഡയറീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് പച്ചക്കറിയാണ്. തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, അതുപോലെ ജിഞ്ചർ, അതുപോലെ വെളുത്തുള്ളിയും കൂടെ നേരത്തെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പനീർ എടുത്തു. പാൻ ചൂടായി വന്നാൽ അതിൽ കുറച്ച് ബട്ടറുകൾ ഒഴിച്ച് വെച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് ഒരു ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ പനീർ ഒന്ന് റോസ്റ്റ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി കരിയാണ്ട് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ബാക്കി നമുക്ക് വേണ്ടിയിട്ടുള്ള മസാലയും സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ തന്നെ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ 2 ഏലക്ക 2 ഗ്രാമ്പും കൂടെ ആഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേ 2 ഇല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കേട്ടോ. പിന്നെ ആഡ് ചെയ്തത് തക്കാളി അതുപോലെ ഉള്ളിയായിരുന്നു, വെളുത്തുള്ളിയല്ല ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് എടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടുണ്ടായില്ല. ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി, ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തത്. അതിലേക്ക് തന്നെ കുറച്ച് മസാല പൊടികളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുളക് പൊടി, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണമെന്നുള്ളവർക്ക് ജീരകം കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ മുളകിന് പകരം ഇനി കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് കാഷ്യും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ആദ്യം തന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല, ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് വെന്ത പാടത്ത് തന്നെ നമ്മൾ അരച്ചെടുക്കേണ്ട, ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ അരച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് എടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി എടുത്തിട്ട് രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു ഹാഫ് കുക്ക്ഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് ആഡ് ചെയ്യാം. അതിന് മുന്നേ തന്നെ കുറച്ച് ഉപ്പ്, ആ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെന്നുള്ളവർക്ക് ഓപ്ഷണലാണ് ജീരകം കൂടി ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മസാല ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ജാറിൻ്റെ ക്ലീൻ ചെയ്തപ്പോൾ ജാറിലുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം വറ്റി ഒരു തിക്കാവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ അത് വെള്ളപ്പം അതുപോലെ നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ.